ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ അനേക വാഗ്ദാനങ്ങൾ ദൈവം നമ്മൾക്കായിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ആശ്വാസത്തിനും ധൈര്യത്തിനും പ്രത്യാശയ്ക്കും സന്തോഷത്തിനുമായിട്ടാണ് ഈ വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ ഒരെണ്ണം നമുക്കിന്ന് നോക്കാം. 1 പത്രോസ് 1:3-4-5 നമുക്ക് വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇത് ദൈവം നമ്മൾക്ക് തന്ന വലിയൊരു പ്രോമിസാണ്. ഇവിടെ നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്ന സമയത്ത് കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മുഖാന്തരമായിട്ട് കർത്താവ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. നാമും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടാലും നാം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾക്ക് നിത്യജീവനെ ദൈവം നമ്മൾക്ക് നൽകുന്നു. മാത്രമല്ല ഇവിടെ നാം കാണുന്നത് വാട്ടവും മാലിന്യവും ഒന്നുമില്ലാത്ത നിത്യമായിട്ടുള്ളൊരവകാശം നമുക്ക് സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ പുഴുവും തുരുമ്പും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യാത്തതായിട്ട് ഒരു നിക്ഷേപം സ്വർഗത്തിൽ നമ്മൾക്ക് ദൈവം വെച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അവരുടെ ജീവിതത്തിൽ അവർക്ക് പലതും ഈ ലോകത്തിൽ നഷ്ടപ്പെടേണ്ടതായിട്ട് വന്നു. അവർ കർത്താവിനെ പിൻപറ്റിയത് മുഖാന്തരം അവർക്ക് വലയും വള്ളവും ഒക്കെ കച്ചവടം ഒക്കെ വിട്ടു. ചിലരല്ലാത്ത ജോലി ഉണ്ടായിരുന്ന അവർക്ക് ജോലി വിടേണ്ടതായിട്ട് വന്നു. ഈ ലോകത്തിലുള്ള പല സമ്പാദ്യങ്ങളും പ്രിവിലേജസും അവർക്ക് വിടേണ്ടതായിട്ട് വന്നു. എന്നാൽ കർത്താവ് പോകുന്നതിന് മുമ്പായിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതേ, നമുക്ക് നിത്യമായിട്ടുള്ളൊരു അവകാശം, നിത്യമായിട്ട് ഒരിക്കലും നശിച്ചു പോകാത്തത്, ക്ഷയോ മാലിന്യമോ വാട്ടോ തട്ടാത്തതായിട്ടുള്ള ഒരു നിത്യ അവകാശം നമുക്കുണ്ട് എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ, പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവാം ദൈവത്തിനും നമുക്ക് സ്തോത്രം ചെയ്യുവാനായിട്ടതുകൊണ്ട് ഇത് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന വലിയ ഒരു വാഗ്ദാനമാണ്. ഞങ്ങൾ ക്യാൻസർ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു 38 വയസ്സുള്ള ഒരു സ്ത്രീയെ കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ആൻറ്റി എനിക്ക് മരിച്ചാൽ മതി. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊരു മോനേ ഉള്ളൂ. ആ മോന് എൻജിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. എന്നാൽ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് സെക്കൻഡ് ഇയറിലേക്ക് അവൻ വന്നു. സെക്കൻഡ് ഇയർ ഇപ്പോൾ പരീക്ഷ എഴുതി എന്നാൽ അവൻ തോറ്റു പോകാനായിട്ട് ഇടയായിട്ട് തീർന്നു. മാത്രമല്ല ഞങ്ങൾക്കൊരു ഭൂസ്വത്തുണ്ടായിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ സ്വത്തായിരുന്നു. ആ സ്വത്തിൽ ഞങ്ങൾ നല്ലൊരു വീട് പണിതു. കുറേ ലോണൊക്കെ എടുത്താണ് വീട് പണിത്. എന്നാൽ ഞങ്ങൾക്കൊരു വീടും അതുപോലെ തന്നെ ഞങ്ങൾക്ക് സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നു. കാറും മറ്റുള്ള എല്ലാ പ്രിവിലേജസും കൂടെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു ഇരിക്കുകയായിരുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം ഉണ്ടാകേണ്ടതെല്ലാം ലോൺ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഉണ്ട്, ഭർത്താവിന് ജോലിയുണ്ട്, അപ്പോൾ എങ്ങനെയെങ്കിലും ലോണും തീർക്കാം എന്നുള്ള ആഗ്രഹത്തിൽ ജീവിച്ചു പോരുകയാണ്. എന്നാൽ എനിക്ക് ഈ ക്യാൻസർ വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ക്യാൻസർ വന്നു. 3-4 ഓപ്പറേഷൻ എൻ്റെ ഈ ശരീരത്തിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ ഓപ്പറേഷന് ഹ്യൂജ് എമൗണ്ട് ചിലവാകേണ്ടി വന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയതുകൊണ്ട് അനേക ദിവസങ്ങൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിട്ടും വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി എമൗണ്ട് അഴിക്കേണ്ടത് വന്നു. ഈ ഞങ്ങളുടെ വീടും സ്ഥലവും പിതാക്കന്മാർ തന്നിട്ടുള്ള ആ സമ്പത്തും അതെല്ലാം വിൽക്കേണ്ടതായിട്ട് വന്നു. മാത്രമല്ല കാറും എല്ലാം വിറ്റു. 3-4 വർഷം കഴിഞ്ഞു. ഇന്ന് ഒന്നുമില്ലാത്തവരായിട്ട് ഞങ്ങൾ തീർന്നിരിക്കുകയാണ്. മാത്രമല്ല
ഭർത്താവിന് ജോലിക്ക് പോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ശമ്പളവുമില്ല. അങ്ങനെ ഒരു കണ്ടീഷനായി. ഞാൻ മുഖാന്തരമായിട്ട് എൻ്റെ മോനും എൻ്റെ ഭർത്താവും ഒത്തിരി കഷ്ടപ്പെടുകയാണ്. ഞാൻ ഒന്ന് മരിച്ചായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെങ്കിലും അവർക്കെങ്കിലും ഇനിയെങ്കിലും ഭർത്താവിന് ജോലിക്ക് പോകാനും മോന് പഠിക്കുവാനും അങ്ങനെ അവരെങ്കിലും രക്ഷപ്പെട്ടേനെ എന്ന് ആ സഹോദരി എന്നോട് പറയാനായിട്ടായിട്ട് തീർന്നു. സഹോദരിമാരെ, എനിക്ക് ആദ്യം ഞാൻ വിറച്ചു പോയി. എന്തൊരു ഉത്തരം അവരോട് പറയും, എന്തൊരു സമാധാനം അവരെ സമാധാനിപ്പിക്കും. എന്നാൽ ദൈവത്തിൻ്റെ എല്ലാം ഉണ്ട്. ദൈവത്തിൻ്റെ വചനം കൊണ്ട് എനിക്ക് അവരെ ആശ്വസിപ്പിക്കുവാനായിട്ടും അവർക്ക് പ്രത്യാശ കൊടുക്കുവാനായിട്ടും അവർ കർത്താവിനെ അറിവാനായിട്ടും ഇടയായിട്ട് തീർന്നു. ഈ വാക്യം പറയുന്ന ഈ ലോകത്തിലുള്ളതെല്ലാം മാറിപ്പോകാം, എന്നാൽ നിത്യമായിട്ടുള്ളത് നമുക്ക് 2 കാര്യങ്ങളുണ്ട്. നിത്യമായിട്ട് നമുക്ക് രക്ഷയുണ്ട്, മാത്രമല്ല നിത്യമായിട്ടൊരു സമ്പത്ത്, നിത്യമായിട്ടുള്ള ഇൻഹെറിറ്റൻസ് നമുക്ക് സ്വർഗത്തിലുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ പ്രിയ സഹോദരിമാരെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നിരിക്കുന്ന പ്രോമിസസുകൾ അത് എത്ര വലിയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ധൈര്യത്തോടും പ്രത്യാശയോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.